السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. فقد قال سبحانه وتعالى: بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصمه. وقال النبي صلى الله عليه وسلم: من قرأ حرفا من كتاب الله فله به حسنة والحسنة بعشر أمثالها، أو كما قال عليه الصلاة والسلام. പരിശുദ്ധമായ റമളാൻ വരുന്നതിന് മുമ്പായി ഷഅബാൻ മാസത്തിൽ അഥവാ റമളാനുമായി ഏറ്റവും അടുത്ത മാസമായ ഷഅബാൻ മാസത്തിൽ എങ്ങനെ റമളാന് വേണ്ടി തയ്യാറാവണം എന്ന കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നാം വിശദീകരിച്ചത്. പരിശുദ്ധ റമളാൻ ധാരാളം മഹത്വങ്ങൾ നിറഞ്ഞ മാസമാണ്. അതുകൊണ്ട് അതിൻ്റെ മുമ്പുള്ള മാസം തന്നെ ആ റമളാന് വേണ്ടി തയ്യാറാവുക, റമളാനിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകൾ, ഇബാദത്തുകൾ അത് പരിശീലിക്കുക എന്നുള്ളത് വിശ്വാസികൾ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് നാം മുമ്പുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. അങ്ങനെ നാം പരിശീലിച്ചുണ്ടാക്കേണ്ട, നാം എങ്ങനെ തയ്യാറാവണമെന്നുള്ളതിനെ പറ്റിയും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ്. റമളാനിന് മുമ്പ് നാം റമളാനിന് വേണ്ടി തയ്യാറാവേണ്ട, പരിശീലിച്ചുണ്ടാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഇബാദത്ത്, അമലിനെ പറ്റിയാണ് ഈ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാനായി പോകുന്നത്. പരിശുദ്ധ റമളാൻ എന്നുള്ളത് ഖുർആനിൻ്റെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഇറക്കാനായി തെരഞ്ഞെടുത്ത മാസമാണ് റമളാൻ മാസം എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയുണ്ടായി: ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ ഇറക്കാനായി തിരഞ്ഞെടുത്ത മാസമാണ്. റമളാൻ മാസം ഖുർആനിൻ്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമളാനായി കഴിഞ്ഞാൽ ഖുർആൻ ധാരാളമായി ഓതുക, ഖത്തങ്ങൾ അഥവാ ആദ്യം മുതൽ അവസാനം വരെ ഖുർആൻ ധാരാളമായി ഓതി തീർക്കുക, ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും മുൻകഴിഞ്ഞ സലഫ് സ്വാലിഹീങ്ങളുടെയും ശീലമായിരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ റമളാനിൽ എല്ലാ രാത്രിയും ജിബ്രീൽ അലൈഹിസ്സലാം വരുമായിരുന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആൻ ഓതുമായിരുന്നു. ഈ ഒരു ഹദീസ് തന്നെ റമളാനിൽ ഖുർആൻ ഓതുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണെന്നും പരിശുദ്ധ ഖുർആൻ തിലാവത്തിന് ഈ റമളാൻ മാസത്തിൽ വലിയ പ്രാധാന്യത നൽകേണ്ടതുണ്ടെന്ന കാര്യവും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു സാധാരണഗതിയിൽ എല്ലാ ആഴ്ചയിലും 7 ദിവസം കൂടുമ്പോൾ ഖത്തം തീർക്കുമായിരുന്നു. എന്നാൽ റമളാനായി കഴിഞ്ഞാൽ അദ്ദേഹം പരിശുദ്ധ ഖുർആൻ അതിനേക്കാൾ കൂടുതൽ ഓതുകയും ധാരാളം ഖത്തങ്ങൾ തീർക്കുകയും ചെയ്യുമായിരുന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്. ധാരാളം ആളുകൾക്ക് ധാരാളം അറിവുകൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ റമളാനായി കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കൂടുതലായി പ്രാധാന്യത കൽപ്പിച്ചിരുന്നത് പരിശുദ്ധ ഖുർആൻ തിലാവത്തിനായിരുന്നു. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ആബിദായിരുന്നു, ധാരാളം ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു. പക്ഷേ റമളാനായി കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യത കൽപ്പിച്ചിരുന്നത്. ഇമാം സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ റമളാനായി കഴിഞ്ഞാൽ പറയുമായിരുന്നു, പരിശുദ്ധ റമളാൻ എന്നുള്ളത് ഖുർആൻ ഓതേണ്ട മാസമാണെന്ന്. അതുകൊണ്ട് റമളാൻ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. പരിശുദ്ധ റമളാനിൽ ഏറ്റവും കൂടുതൽ സമയം മാറ്റിവെക്കേണ്ട ഒരു ഇബാദത്താണ്. അതുകൊണ്ട് റമളാന് മുമ്പ് തന്നെ നാം അതിനെ പരിശീലിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കി മാറ്റണം. ഇത് ഷഅബാൻ മാസമാണ്. റമളാന് വേണ്ടി തയ്യാറാവാനുള്ള ഏറ്റവും അവസാനത്തെ മാസമാണ്. ഈ മാസത്തിൽ ഖുർആൻ ഓതിക്കൊണ്ട് നാം പരിശീലിക്കണം.
അങ്ങനെ ഖുർആൻ ഓതുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമാക്കി മാറ്റുകയാണെങ്കിൽ റമദാൻ വരുമ്പോൾ ഖുർആൻ ധാരാളമായി ഓതാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്നതാണ്. റമദാൻ വരുമ്പോൾ ഖുർആൻ ഓതി തുടങ്ങാമെന്ന് വിചാരിച്ചാൽ അത് എളുപ്പത്തിൽ സാധിക്കുന്നതല്ല. കുറച്ച് തുടങ്ങാനേ സാധിക്കുകയുള്ളൂ. കാരണം ഇത്രയും ദിവസത്തെ ശീലം ഒറ്റയടിക്ക് മാറ്റുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. നേരെ മറിച്ച് ഷഅബാനിൽ തന്നെ ഖുർആൻ ഓതിക്കൊണ്ട് പരിശീലിക്കുകയാണെങ്കിൽ റമദാൻ്റെ ആരംഭം മുതൽ തന്നെ പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും. കാരണം നമ്മളത് ശീലമാക്കി നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ ഖുർആൻ ആരംഭം മുതൽ തന്നെ ധാരാളം ഓതി ധാരാളം ഖത്തങ്ങൾ ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് ഓതി പൂർത്തിയാക്കാൻ ഷഅബാനിൽ തന്നെ ഖുർആൻ ഓതി പരിശീലിക്കുക എന്നുള്ളത് നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഷഅബാൻ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതാൻ നാം സമയം കാണണം. ഓരോ ദിവസവും പരിശുദ്ധ ഖുർആനിൻ്റെ ഓത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് കൊണ്ടുവരണം. ഇന്ന് ഓതിയതിനേക്കാൾ നാളെ കൂടുതലായി ഓതണം. അങ്ങനെ ഓത്തിൻ്റെ അളവ് ഷഅബാൻ മാസത്തിൽ ഓരോ ദിവസവും വർദ്ധിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ റമദാനിലോട്ട് നാം പ്രവേശിക്കുമ്പോൾ ഖുർആൻ ധാരാളമായി ഓതുന്ന അവസ്ഥയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. റമദാനിൻ്റെ അന്തരീക്ഷം ഏറ്റവും നല്ല അന്തരീക്ഷമാണ്. ഓതാൻ ആഗ്രഹമില്ലാത്തവർ പോലും ഓതിപ്പോകുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളത്. അതുകൊണ്ട് ഷഅബാനിൽ തന്നെ നാം പരിശീലിക്കുകയാണെങ്കിൽ റമദാൻ മാസത്തിൻ്റെ ആ ഒരു നല്ല അന്തരീക്ഷത്തിൽ ധാരാളമായി പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു സമയം ഖുർആൻ ഓതാൻ നാം മാറ്റിവെക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഓതുന്നത് കൊണ്ട് ധാരാളം പ്രയോജനങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ഖുർആൻ ഓതുന്നതിൻ്റെ പ്രയോജനങ്ങൾ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ളത് നഷ്ടമില്ലാത്തൊരു കച്ചവടമാണ്. ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കാനുള്ള കാരണമാണ്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരെങ്കിലും പരിശുദ്ധ ഖുർആനിലെ ഒരു ഹർഫ്, ഒരു അക്ഷരം ഓതിയാൽ അവന് ഒരു നന്മ ലഭിക്കുന്നതാണ്. ഒരു നന്മ എന്ന് പറഞ്ഞാൽ 10 നന്മക്ക് തുല്യമാണ്. അഥവാ ഒരു ഹർഫ് ഓതിയാൽ 10 നന്മ ലഭിക്കും. എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരികയാണ്, അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫല്ല. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ വെറും അലിഫ് ലാം മീം എന്ന് ഓതുകയാണെങ്കിൽ അവൻ 3 അക്ഷരങ്ങൾ ഓതി, അവന് 30 നന്മ ആ ഒറ്റ ഒരു വാക്കിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുകയാണെങ്കിൽ എത്ര പ്രതിഫലം ലഭിക്കും? ഒരു ഫാത്തിഹ ഓതുകയാണെങ്കിൽ എത്ര പ്രതിഫലം ലഭിക്കും? ഒരു 1-2 പേജ് ഓതുകയാണെങ്കിൽ എത്ര പ്രതിഫലം ലഭിക്കും? ഒരു ജുസ് ഓതുകയാണെങ്കിൽ എത്ര പ്രതിഫലം ലഭിക്കുമെന്ന് നാം ചിന്തിച്ചു നോക്കിയാൽ മതി. ഓരോ അക്ഷരത്തിനും 10 നന്മ ചുരുങ്ങിയത് അള്ളാഹു നൽകുന്നതാണ്. പിന്നീട് ഓരോരുത്തരുടെയും ഇഖ്ലാസിൻ്റെ തോതനുസരിച്ച്, ഓരോരുത്തരുടെയും ഭയഭക്തി അനുസരിച്ച് അള്ളാഹു വീണ്ടും വർദ്ധിപ്പിച്ച് നൽകുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ളത് ധാരാളം നന്മകൾ കരസ്ഥമാക്കാനുള്ളൊരു മാർഗമാണ്. പരിശുദ്ധ റമദാൻ എന്നുള്ളത് ഓരോ ഇബാദത്തിനും കണക്കില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുന്ന മാസമാണ്. ആ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ളത് ധാരാളം പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗവുമാണ്. പരിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ ഓതുന്ന ആളുകൾ അവർക്ക് ഖുർആൻ പരലോകത്ത് ശുപാർശകനായി വരുന്നതാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതുക, തീർച്ചയായും ഖുർആൻ ഓതുന്ന ആളുകൾക്ക് പരലോകത്ത് ആ ഖുർആൻ ശുപാർശകനായി വരുന്നതാണ്. പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതുന്നത് കാരണമായി അള്ളാഹുവിൽ നിന്നുമുള്ള കരുണ അവരുടെ മേൽ വർഷിക്കപ്പെടുന്നതാണ്. അവർക്ക് വലിയ സമാധാനം മനസ്സിൽ ഉണ്ടാവുന്നതുമാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നും കരുണ ലഭിക്കാനുള്ള മാർഗമാണ്. റമദാൻ മാസം എന്നുള്ളത് കണക്കില്ലാതെ അള്ളാഹു കരുണ വർഷിക്കുന്ന മാസമാണ്. എല്ലാവർക്കും അള്ളാഹുവിൻ്റെ വാത്സല്യം, കരുണ അള്ളാഹു വർഷിക്കുന്ന മാസമാണ് റമദാൻ എന്നുള്ളത്. ആ റമദാനിൽ അള്ളാഹുവിൻ്റെ കരുണ കരസ്ഥമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ധാരാളമായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്നവരുടെ മുമ്പിൽ ഹിദായത്തിൻ്റെ, സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയ കാര്യമാണ് ഹുദൽ ലിന്നാസ്, എല്ലാവർക്കും സന്മാർഗമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. റമദാൻ മാസം എന്നുള്ളത് എല്ലാവരുടെ മുമ്പിലും സന്മാർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ്. നന്മകളിലോട്ട് പ്രേരണ ഉണ്ടാകുന്ന മാസമാണ്. ഷെയ്ത്താന്മാരെ ചങ്ങലക്കിടപ്പെടുകയും സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകീയ കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുന്ന മാസമാണ്. അതുകൊണ്ട് സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നന്മയിലോട്ട് മനുഷ്യന് പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യുന്ന മാസമാണ് റമദാൻ മാസം എന്നുള്ളത്.
അതുകൊണ്ട് റമദാൻ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതുക എന്നുള്ളത് നമ്മുടെ ജീവിതം തന്നെ മാറാൻ കാരണമായി തീരുന്നതും സന്മാർഗ കവാടങ്ങളിൽ നാം പ്രവേശിക്കാൻ കാരണമായി തീരുന്നതുമാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ എന്നുള്ളത് ഖുർആനിൻ്റെ മാസമാണ്. ധാരാളമായി പരിശുദ്ധ ഖുർആൻ ഓതേണ്ട മാസമാണ്. അതുകൊണ്ട് റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ ഖുർആൻ ഓതുന്ന ശീലം നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള അവസാന അവസരമാണ് ഈ ശഅബാൻ മാസം എന്നുള്ളത്. ഈ ശഅബാൻ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതി ആ ഖുർആൻ ഓതുന്ന ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ റമദാൻ വരുമ്പോൾ ഖുർആൻ ധാരാളമായി ഓതുക എന്നുള്ളത് എളുപ്പമായി തീരുന്നതും ആ ഒരു പരിശീലനം ഖുർആനുമായി നല്ല ബന്ധം വെച്ചു പുലർത്താൻ നമ്മളെ സഹായിക്കുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാനും റമദാനു വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ തയ്യാറാവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.